ക്രൈസ്തവർക്ക് ഓണം ആഘോഷിക്കാമോ? ഓണം അടുക്കുമ്പോഴെല്ലാം അനേകം ക്രൈസ്തവരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ക്രൈസ്തവർക്ക് ഓണം ആഘോഷിക്കാമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഓണം യഥാർത്ഥത്തിൽ എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തെ ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഓണം ആദ്യം ഒരു കാർഷിക വിളവെടുപ്പ് ഉത്സവമായിരുന്നുവെന്നും പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അതുമായി മഹാബലി വാമന ഐതിഹ്യം ബന്ധിപ്പിക്കപ്പെട്ടതെന്നും കാണാം. ഇന്ന് ഓണം ഹിന്ദുക്കൾ മാത്രമല്ല, ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടെ എല്ലാ മതവിഭാഗക്കാരും ആഘോഷിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. എഴുത്തുപരമായ രേഖകളില്ലെങ്കിലും നിരവധി ചരിത്രകാരന്മാരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഓണത്തിന്റെ വേരുകൾ സംഘകാലത്തിന് മുൻപുള്ള കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിലാണെന്ന് അഭിപ്രായപ്പെടുന്നു. മഴക്കാലം അവസാനിച്ച് ചിങ്ങമാസത്തിലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ ആദ്യ വിളവെടുപ്പ് ആരംഭിക്കുന്ന വേളയിലാണ് ഈ ആഘോഷം രൂപപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള വിളവെടുപ്പ് ഉത്സവങ്ങളെപ്പോലെ ഇത് കൂട്ടായ വിരുന്നിന്റെയും കളികളുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും സമൃദ്ധിയോടുള്ള നന്ദിയുടെയും ആഘോഷമായിരുന്നു. ഈ ആദ്യ കാലഘട്ടത്തിൽ ഓണത്തെ വാമന മഹാബലി ഐതിഹ്യവുമായി ബന്ധിപ്പിക്കുന്ന സാഹിത്യപരമോ ശാസനപരമോ ആയ യാതൊരു തെളിവും ലഭ്യമല്ല. ഓണത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയ രേഖാമൂലമുള്ള തെളിവ് സംഘകാല സാഹിത്യത്തിലാണ്. AD 2-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതായി കരുതുന്ന മധുരൈ കാഞ്ചി എന്ന കൃതിയിൽ ഓണത്തെ ജനങ്ങളുടെ ആഘോഷമായി പരാമർശിക്കുന്നു. ശ്രദ്ധേയമായ കാര്യം, ഈ കൃതിയിൽ ഓണം വാമനാവതാരത്തെ കേന്ദ്രീകരിച്ച മത ഉത്സവമായി അവതരിപ്പിക്കുന്നില്ല, മറിച്ച് ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു പൊതു ഉത്സവമായിട്ടാണ് വിവരിക്കുന്നത്. ചേര പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് AD 800-നും 1124-നും ഇടയിൽ ഓണം കേരളത്തിലെ ഏറ്റവും വലിയ പൊതു ഉത്സവമായി വളർന്നു. തൃക്കാക്കര ക്ഷേത്രം ഇന്ന് മഹാബലി വാമന പാരമ്പര്യത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. AD 861-ലെ സ്ഥാണു രവിവർമ്മന്റെ കാലത്തെ തൃക്കാക്കര ശാസനമാണ് തിരുവോണാഘോഷത്തെ പരാമർശിക്കുന്ന ഏറ്റവും പഴയ ശാസനരേഖ. ഇത് ഓണം അന്നത്തെ കേരളത്തിൽ രാജകീയ പിന്തുണയുള്ള ഒരു പ്രധാന പൊതു ഉത്സവമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ചരിത്രപരമായി മഹാബലി ഒരു യഥാർത്ഥ രാജാവായിരുന്നുവെന്ന് തെളിയിക്കുന്ന പുരാവസ്തു തെളിവുകളൊന്നും നിലവിലില്ല. അതിനാൽ ഈ വിവരണം ചരിത്രമല്ല, മതപരമായ ഐതിഹ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ചരിത്രകാരന്മാർ ഓണം ആദ്യം ഒരു കാർഷിക ജനകീയ ഉത്സവമായിരുന്നുവെന്നും പിന്നീട് തൃക്കാക്കരയെയും മഹാബലി വാമന പാരമ്പര്യത്തെയും കേന്ദ്രീകരിച്ച് മതപരമായ അർത്ഥങ്ങൾ കൈവന്നുവെന്നും വിലയിരുത്തുന്നു. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ജനതയുടെ സാംസ്കാരിക പാരമ്പര്യവും മതപരമായ ആചാരങ്ങളും എല്ലായ്പ്പോഴും ഒരുപോലെയല്ല എന്നതാണ്. ഓണം കേരളത്തിൻ്റെ കാർഷിക ജീവിതത്തിൽ ആരംഭിച്ച് രാജകീയ പിന്തുണയോടെ വളർന്ന് പിന്നീട് മഹാബലി വാമന ഐതിഹ്യമായി മാറ്റിയെഴുതിയ ഒരു ജനകീയ സാംസ്കാരിക ഉത്സവമായി വികസിച്ചു എന്നതാണ്. അതിനാൽ ക്രൈസ്തവർ ഓണത്തെ അന്യ ദേവാരാധനയെ അല്ല, മറിച്ച് കേരളത്തിൻ്റെ കാർഷിക ഉത്സവവും പരസ്പര സൗഹാർദ്ദത്തിൻ്റെ ഓർമ്മ പുതുക്കലും ആയാണ് ആഘോഷിക്കുക. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു ജനകീയ ഉത്സവമായി ഓണം ആഘോഷിക്കുന്നതിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായ ഒന്നുമില്ല. അന്യമത ബിംബങ്ങൾ ഓണപ്പൂക്കളത്തിലും മറ്റും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നു മാത്രം.